മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സൗബിൻ ഷാഹിറിന് വീണ്ടും തിരിച്ചടി. ജാമ്യാവസ്ഥയിൽ ഇളവ് തേടിയുള്ള ഹർജി ഹൈക്കോടതി തള്ളി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഹർജി തള്ളിയത്. ഉമേഷ് വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, സൗബിൻ ഷാഹിറിന് തിരിച്ചടി എങ്ങനെയാണ്? ഹർജി തള്ളുന്നത് എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ്? അജിംഷാദ്, ഈ വിദേശത്ത് നടക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സൗബിൻ ഷാഹിർ ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ച എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. ഈ ജാമ്യാവസ്ഥയിൽ ഇളവ് നൽകണം, വിദേശത്ത് നടക്കുന്ന ഒരു പരിപാടിയിൽ പോകാൻ അനുമതി നൽകണം എന്നതായിരുന്നു ആവശ്യം. അന്ന് ആ ഹർജിയെ എതിർത്തുകൊണ്ട് പരാതിക്കാരൻ കോടതിയിൽ വാദിച്ചത്, ഒരു കാരണവശാലും ഈ കേസിലെ പ്രതിയായ സൗബിൻ ഷാഹിറിന് വിദേശത്ത് പോകാൻ അനുമതി നൽകരുത്, കാരണം കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. സാക്ഷി വിദേശത്താണ്, അതുകൊണ്ട് വിദേശത്തെത്തിയാൽ സാക്ഷികളെ സ്വാധീനിക്കും, അതുകൊണ്ട് പോകാൻ അനുമതി നൽകരുത് എന്നുള്ളതായിരുന്നു പരാതിക്കാരൻ്റെ ആവശ്യം. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അന്ന് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി സൗബിൻ്റെ ആവശ്യം തള്ളിയിരുന്നു. ഇത് തുടർന്നാണ് സൗബിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിലും പരാതിക്കാരൻ ഇതേ വാദം തന്നെ ഉന്നയിച്ചു. ആ വാദം തന്നെയാണ് കോടതി ഇവിടെയും കണക്കിലെടുത്തത്. അതായത് വിദേശത്ത് പോയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന കാരണം മുൻനിർത്തി ഹൈക്കോടതി സൗബിൻ്റെ ആവശ്യം നിരസിക്കുകയായിരുന്നു. സൗബിൻ്റെ ഹർജി തള്ളുകയായിരുന്നു. ഈ മഞ്ഞുമ്മൽ ബോയ്സ് അതിൻ്റെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയാണ് സൗബിൻ ഷാഹിർ. സൗബിൻ ഉൾപ്പെടെ 3 പേർ സാമ്പത്തികമായി വഞ്ചിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി അരൂർ സ്വദേശി നൽകിയ പരാതിയിൽ മരട് പോലീസാണ് കേസെടുത്തിരുന്നത്. ആ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടെ സൗബിൻ ഷാഹിർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയും അങ്ങനെ ഉപാധികളോടെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ശരി ഉമേഷ്.